ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടാലിയിൽ പ്രൈസ് ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പ്രോബ്ലമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രൈസ് ലിസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. പ്രൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രോഡക്റ്റിന്റെയും പ്രൈസുകൾ ഹോൾസെയിൽ ആയിട്ട് വിൽക്കുന്നത്, അതുപോലെ തന്നെ എക്സ്പോർട്ടേഴ്സിന് റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്നത്, ഇങ്ങനെയുള്ളവരുടെ പ്രൈസ് ലിസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അതായത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു സാധനം മേടിക്കുമ്പോൾ അത് ഒരു ബാഗ്, ഉദാഹരണത്തിന് ഒരു ബാഗ്, നമ്മളൊരു ബാഗിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് 350 രൂപയാണ് നമ്മുടെ അടുത്ത് ഒരു ബാഗിന്റെ പ്രൈസ് പറയുന്നത്. പക്ഷെ അത് നമ്മൾ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു 50 പീസ് നമ്മൾ ആ ബാഗ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒന്നുകൂടെ കുറയും. 350 എന്നുള്ളത് ചിലപ്പോൾ 200-നോ 250-നോ ഒരു പീസിന് നമുക്ക് കിട്ടാറുണ്ട്. ഇത് ബാഗ് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ പല പ്രോഡക്റ്റുകളും നമ്മൾ കൂടുതൽ എണ്ണം എടുക്കുമ്പോൾ റേറ്റ് കുറച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ടുള്ള ചില ആളുകൾക്ക് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പൊ ഈ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഹോൾസെയിൽ ഷോപ്പുകളിൽ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. ചെറിയ ചെറിയ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും ചെറിയ ചെറിയ ഷോപ്പുകളിലേക്ക് ആളുകൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടാവും. അത് ഫാൻസി ഐറ്റംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസിന്റെ ഷോപ്പുകൾ ഉണ്ടാവാം, സ്റ്റേഷനറി ഐറ്റംസും എന്തോ ആവാം. ഇതിന്റെ എല്ലാതിന്റെയും ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് ആളുകൾ ചെറിയ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ ഷോപ്പുകൾക്കും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില ഈ പ്രൈസ് ലിസ്റ്റിൽ സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബില്ല് അടിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അതിന്റെ റേറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വരും. നമ്മൾ ഓരോന്ന് അപ്പൊ ചെയ്യേണ്ടി വരുന്നില്ല. ഓൾറെഡി നമ്മൾ അതിൽ പ്രൈസ് ലിസ്റ്റ് വഴി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബില്ല് അടിക്കുമ്പോൾ അതിന്റെ കുറഞ്ഞ എമൗണ്ടും അതേപോലെ തന്നെ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടും എല്ലാം അതിൽ വരും. ഇതാണ് നമ്മൾ പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം. അപ്പൊ കമ്പനി ക്രിയേറ്റ് ചെയ്യുക. കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഗെറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് F11 അടിക്കുക. F11 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെന്ററി ഫീച്ചേഴ്സ് കിട്ടും. ഇൻവെന്ററി ഫീച്ചേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇൻവെന്ററി ഫീച്ചേഴ്സ് എടുക്കുക. ഇൻവെന്ററി ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതില് യൂസ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നത് കാണാം. യൂസ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ. സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സെക്ഷനിലാണ് യൂസ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. ഇത് നമ്മൾ എസ് ആക്കി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഡിസ്കൗണ്ടും കൂടെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ മുന്നേ നമുക്ക് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം ഓൺ ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ബില്ലിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് ഒരു കോളം കൂടെ അവിടെ കാണും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കോളം വന്നിട്ടില്ലെങ്കിൽ ഏറ്റവും താഴെയായിട്ട് ഏകദേശം നമ്മൾ GST ഒക്കെ കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വീണ്ടും ഡിസ്കൗണ്ടിന്റെ ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് പകരം സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം ഓൺ ഇൻവോയ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എസ് ആക്കി കഴിഞ്ഞാൽ ഓരോ ഐറ്റത്തിനും നേരെ അതിന്റെ ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ എസ് ആക്കുക. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ യൂസ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എസ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിനെ എൻ്റർ അടിക്കുക. അപ്പൊ കമ്പനി പ്രൈസ് ലെവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെയാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ 3 ടൈപ്പാണ് കാണിക്കുന്നത്. റീറ്റെയിലർ ആയിട്ടുള്ള ആളുകൾ, എക്സ്പോർട്ടേഴ്സ്, അതുപോലെ ഹോൾസെയിലർ. ഈ 3 ആണ് നമ്മൾ ഇവിടെ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. റീറ്റെയിലർ കൊടുത്തു, എക്സ്പോർട്ടർ കൊടുത്തു, അതേപോലെ ഹോൾസെയിലർ. ഇനി നമ്മൾ ഇതിനെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിനു ശേഷം ഇത് സേവ് ചെയ്യാം. ഇപ്പൊ നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇതില് ഓരോ ഐറ്റവും നമ്മൾ പ്രൈസ് ലിസ്റ്റിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പെൻസിലാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രോഡക്റ്റ് പെൻസിലാണ്. അത് പല കമ്പനീസിന്റെ വരുന്നുണ്ട്.
അപ്സര, അതുപോലെ കാംലിൻ, നട്രാജ്, ക്ലാസ്മേറ്റ്സ്, ഫ്ലെമിംഗോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമ്പനീസ് പേര് തന്നിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. പാക്കറ്റ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പ്രൈസ് നമുക്ക് എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തത് വന്നിട്ട് ഇൻവെന്ററി ഇൻഫോ വേണം സെലക്ട് ചെയ്യാൻ. നമ്മൾ ആദ്യം ഐറ്റം സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൈസ് ലെവല് ആക്റ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ ഇൻവെന്ററി ഇൻഫോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇൻവെന്ററി ഇൻഫോ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളിവിടെ ഐറ്റം ഒന്നും സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ യൂണിറ്റ് ഓഫ് മെഷറിന്റെ തൊട്ട് താഴെ പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് ആക്റ്റീവ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഇനി സ്റ്റോക്ക് ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യാം. സ്റ്റോക്ക് ഐറ്റത്തിലാണ് നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇനി നമ്മൾ ഏതൊക്കെ ഐറ്റം ആണോ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആ ഐറ്റത്തിന്റെ പേര് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഐറ്റത്തിന്റെ പേര് കൊടുത്തു. നമുക്കതിന്റെ അണ്ടർ വേണമെങ്കിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് നമുക്ക് പെൻസിൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓൾട്ട് സി കൊടുത്തിട്ട് പെൻസിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. പെൻസിൽ എന്നുള്ളത് കൊടുത്തു. യൂണിറ്റ് ആണ് അടുത്തത് ചോദിക്കുന്നത്. അത് നമ്മൾ പാക്കറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സിമ്പിൾ എന്ന സ്ഥലത്ത് PKT എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് നെയിമും ബാക്കി നമ്മൾ ഫുൾ നെയിമാണ് കൊടുക്കേണ്ടത്. ഇനി എൻ്റർ ചെയ്തു. ഇതിനെ സേവ് ചെയ്തു. ഇത് നമുക്ക് സേവ് ചെയ്യാം. അങ്ങനെ ഓരോ ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഐറ്റം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഐറ്റംസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റോക്ക് ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എസ്കേപ്പ് ചെയ്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇപ്പോ യൂണിറ്റ് ഓഫ് മെഷറിന്റെ താഴെ പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്റ്റീവ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ പ്രൈസ് ലിസ്റ്റിലാണ് ഇനി നമ്മൾ ഇതിന്റെ പ്രൈസുകൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്രൈസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരിക. ഇവിടെ പിന്നെ ഓൾ ഐറ്റംസ് എന്നുള്ളത് വരുന്നുണ്ട്. അതുപോലെ തന്നെ പെൻസിൽ ഗ്രൂപ്പാണ് ചോദിച്ചിട്ടുള്ളത്. പെൻസിൽ എന്നുള്ളതും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പെൻസിൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ ഗ്രൂപ്പ് എന്നുള്ള സ്ഥലത്ത് പെൻസിൽ എന്നുള്ളത് വരും. പ്രൈസ് ലെവൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സ്പോർട്ടേഴ്സ്, റീറ്റെയിലർ, ഹോൾസെയിലർ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് വരും. ഇതിൽ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് റീറ്റെയിലറിന്റെ കേസാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ റീറ്റെയിലർ എന്നുള്ളത് സെലക്ട് ചെയ്യണം. റീറ്റെയിലർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും കാണിക്കും. ഇനി അപ്ലിക്കബിൾ ഫ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഏത് ഡേറ്റ് മുതലാണ് നമ്മൾ ഈ പ്രൈസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആ ഡേറ്റ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം താഴേക്ക് എൻ്റർ ചെയ്യുക. താഴേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ അപ്സര എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലെസ് ദാൻ ആണ് പറഞ്ഞിട്ടുള്ളത്. 50ലും കുറവാണ് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ, അപ്പൊ ഇവിടെ നമ്മൾ 50 എന്നുള്ളത് കൊടുത്തു. 50ലും കുറവാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 30 രൂപയാണ്. അപ്പൊ നമ്മൾ ഇവിടെ 30 എന്നുള്ളത് കൊടുത്തു. ഒരു പ്രോഡക്റ്റിന്റെയാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത്. 30 എന്നുള്ളത് കൊടുത്തു. ഇതിന് ഡിസ്കൗണ്ട് ഒന്നും വരുന്നില്ല. ഇനി നമ്മൾ എൻട്രി ചെയ്യുക. അടുത്തത് വന്നിട്ട് 50 മുതൽ 100 വരെ. അപ്പൊ ഇവിടെ ഇനി 100 എന്ന് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുമ്പോൾ 50 മുതൽ 100 വരെ. അപ്പൊ 50നും 100നും ഇടയിലുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ വില വന്നിട്ട് 29 രൂപയാണ്. മാത്രമല്ല 1% ഡിസ്കൗണ്ടും കൂടെ വരുന്നുണ്ട്. ഇനി അതേപോലെ 100 മുതൽ 150 വരെ. ഇപ്പൊ 100 മുതൽ 150 വരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 28 രൂപയാണ്. ഡിസ്കൗണ്ട് 2%. അടുത്തത് 150 മുകളിലേക്ക് ഏത് ക്വാണ്ടിറ്റി വന്നാലും നമ്മൾ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ 27 രൂപ പ്രൈസ് വരും. നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 3% ആണ്.
അപ്പൊ 3% നമ്മൾ കൊടുത്തു. ഇതേപോലെ നമ്മൾ അടുത്ത ഐറ്റത്തിന്റെയും സെയിം പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇതേപോലെ ക്യാമലിന്റെ നമ്മൾ പ്രൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ അത് എൻട്രി ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇവിടെ ഇതേപോലെ തന്നെ 50 ആണ്, നമ്മൾ 50 പാക്കറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 50 സെലക്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് ഇതിന്റെ റേറ്റ് ഇത്രയും കൂടെ കൂടുതലാണ്. ഇപ്പൊ ഒരു 40 രൂപയ്ക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ 40 നമ്മൾ കൊടുത്തു പാക്കറ്റ്. അതിന് ഡിസ്കൗണ്ട് വരുന്നില്ല. അപ്പൊ അടുത്തത് വന്നിട്ട് 50 മുതൽ 100 വരെയുള്ളതാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് 38 ആണ്. ഒരു 2% ആണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അടുത്തത് 100 മുതൽ 150 വരെ റേറ്റ് വന്നിട്ട് 35, ഒരു 3% ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നു. 150 മേലെ ഏത് വരികയാണെങ്കിലും നമ്മളതിന് 32 രൂപയായിട്ടാണ് ചെയ്യുന്നത്. ഡിസ്കൗണ്ട് റേറ്റ് 4% ആണ്. ഇങ്ങനെ ഓരോ ഐറ്റംസും നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ ഇപ്പൊ നമ്മൾ തൽക്കാലം ഒരു 2 പ്രോഡക്റ്റ് മാത്രമാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഓരോ ഐറ്റവും നമ്മൾ സെലക്ട് ചെയ്ത് ഇനി ഇതിനെ സേവ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് റീറ്റെയിലറിന്റെ ആണ്. അപ്പൊ ഇത് സേവ് ചെയ്തു. ഇനി അടുത്തത് വീണ്ടും നമ്മൾ പെൻസിൽ എന്ന് പറയുന്ന നെയിം ഓഫ് ഗ്രൂപ്പിൽ വന്നിട്ട് പെൻസിൽ എന്ന് പറയുന്ന ഐറ്റം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ റീറ്റെയിലർ മാറ്റി നമ്മൾ ഇവിടെ എക്സ്പോർട്ടറോ അല്ലെങ്കിൽ ഹോൾസെയിലറോ നമ്മൾ സെലക്ട് ചെയ്യണം. ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്ത് ഹോൾസെയിലറിന്റെ സെലക്ട് ചെയ്തു. അപ്ലിക്കബിൾ ഫ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഡേറ്റ് നമ്മൾ കൊടുക്കുക. ഇതേപോലെ നമ്മൾ ഇവിടെ വന്നിട്ട് എക്സ്പോർട്ടേഴ്സിന്റെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഡേറ്റ് എൻട്രി ചെയ്യുക. ഇനി ഓരോ ഐറ്റത്തിനും നേരത്തെ ചെയ്ത പോലെ നമുക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരുത്താം. ഇപ്പൊ ഇവിടെ 60 മേലെ വരുന്നതാണെങ്കിൽ 50 രൂപ. അതേപോലെ ഡിസ്കൗണ്ട് വരുന്നില്ല. 60-നും 100-നും ഇടയിലാവുമ്പോ അത് 45, 2% ഡിസ്കൗണ്ട്. ഇനി 150 വരെ ആണെങ്കിൽ 40, 3% ഡിസ്കൗണ്ട്. ഇതിന് മേലോട്ട് ഏത് വരികയാണെങ്കിലും 39, 4% ഡിസ്കൗണ്ട്. ഇതേപോലെ നമ്മൾ അടുത്ത ഐറ്റത്തിന്റെ സെറ്റ് ചെയ്ത് പോവുക. ഇങ്ങനെ ഓരോ ഐറ്റവും നമ്മൾ സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ എക്സ്പോർട്ടേഴ്സിന്റെയും റീറ്റെയിലറിന്റെയും ചെയ്ത പോലെ തന്നെ നമ്മൾ എന്തും ചെയ്യണം, ഹോൾസെയിലറിന്റെ കൂടെ നമ്മൾ എൻട്രി ചെയ്യണം. ഇങ്ങനെ എല്ലാം എൻട്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇത് സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ സെയിൽസ് ആണ് ചെയ്യുന്നത്. പ്രൈസ് ലിസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സെയിൽസ് എൻട്രി ചെയ്യാൻ പോവാന്ന്. അപ്പോൾ സെയിൽസിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ബിൽ നമ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം ഇതിൽ എൻട്രി ചെയ്യുക. പാർട്ടി നെയിം ചോദിക്കുന്നുണ്ട്. അത് ക്യാഷിനാണോ ബാങ്ക് ആണോ, പാർട്ടിയുടെ പേര് കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ ഓൾട്ട് സി അടിച്ചിട്ട് ഒരു പാർട്ടിയുടെ പേര് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു കമ്പനിക്കാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോണത്. സൺട്രി ഡെറ്റർ കൊടുക്കുക. നമ്മൾ അതിനെ സേവ് ചെയ്തു. ഇനി നമ്മൾ അതിനെ എൻട്രി ചെയ്ത് താഴെ നമുക്ക് പ്രൈസ് ലെവൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എക്സ്പോർട്ടേഴ്സിന്റെ ആണോ റീറ്റെയിലറിന്റെ ആണോ ഹോൾസെയിലറിന്റെ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ റീറ്റെയിലറിന്റെ ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ റീറ്റെയിലർ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ സെയിൽസ് ലെഡ്ജർ നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ഓരോ ഐറ്റവും സെലക്ട് ചെയ്യാൻ പോവുകയാണ്. സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ നമുക്ക് ഐറ്റംസ് കാണിച്ചു തരും. അപ്പൊ ഏത് ഐറ്റം ആണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത് അപ്സര എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് അപ്സര എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു. അപ്സര സെലക്ട് ചെയ്തു. നമ്മൾ ഇനി ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കുക. നമ്മളിപ്പോ ഒരു 55 ആണ് ക്വാണ്ടിറ്റി കൊടുക്കുന്നതെങ്കിൽ ഇവിടെ റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. 29 രൂപ റേറ്റ് വന്നു. അതേപോലെ ഡിസ്കൗണ്ട് 1% കാണിച്ചു. എന്നിട്ട് ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് അടുത്ത കോളത്തിൽ കാണാൻ പറ്റുക. അതേപോലെ നമ്മൾ അടുത്ത ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യാണ്. അടുത്ത ഐറ്റം വീണ്ടും നമ്മൾ സെലക്ട് ചെയ്തു. ക്യാമലിനാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു 150-ന് മുകളിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ 32 രൂപ റേറ്റും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. 4% ഡിസ്കൗണ്ട് നമുക്ക് കാണിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്കൗണ്ട് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് വരിക. ഇങ്ങനെ നമ്മൾ ഓരോ പ്രോഡക്റ്റുകളും സെലക്ട് ചെയ്യുമ്പോൾ പ്രൈസ് ലിസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഓരോ പ്രോഡക്റ്റുകളും സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ വിലയും അതിന്റെ ഡിസ്കൗണ്ട് റേറ്റും നമുക്ക് കാണിച്ചു തരും.
അപ്പോൾ അത് നമുക്ക് എളുപ്പമാണ്. ബില്ലടിക്കുമ്പോൾ ഓരോ പാർട്ടി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബില്ലടിക്കാൻ എളുപ്പമാണ്. ഏതൊക്കെ പാർട്ടിക്ക് നമ്മൾ ഏതൊക്കെ പ്രൈസ് ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രൈസ് ലെവൽ സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു സെയിൽസ് ബില്ല് നമ്മൾ സേവ് ചെയ്തു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രൈസ് ലെവൽ സെറ്റ് ചെയ്തതിന് ശേഷം സെയിൽസ് ബില്ല് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയുക. ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.